പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ്. എന്നാൽ ഈ അസ്വസ്ഥമായ രാഷ്ട്രീയ സാഹചര്യത്തിലും പാകിസ്ഥാനിലെ കർതാർപൂർ ഇടനാഴി ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. കർതാർപൂരിലെ ഗുരുദ്വാര ദർബാർ സാഹിബ് സന്ദർശിക്കുന്ന സിഖ് തീർത്ഥാടകരുടെ എണ്ണം നിലവിൽ കുറഞ്ഞെങ്കിലും വിശ്വാസികൾക്കായി ഇപ്പോഴും ആ ഇടനാഴി തുറന്നിട്ടുണ്ട്. ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ബുധനാഴ്ച 250ഓളം തീർത്ഥാടകർ കർതാർപൂർ ഗുരുദ്വാര സന്ദർശിക്കുകയും നിയമം പാലിച്ച് അതേ ദിവസം വൈകുന്നേരം തിരിച്ചെത്തുകയും ചെയ്തു. വ്യാഴാഴ്ചയും കർതാർപൂർ ഇടനാഴി സന്ദർശിക്കുന്ന തീർത്ഥാടകർക്കായി തുറന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാലങ്ങളായുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും അതിർത്തിയും പകയുമെല്ലാം വിശ്വാസത്തിന് മുന്നിൽ വഴിമാറിക്കൊടുക്കുന്ന ഇടമാണ് കർതാർപൂർ. പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യക്കാർക്ക് കാലുകുത്താനുള്ള അവസരമാണ് ഈ ഇടനാഴി. പാക് അധീനതയിലുള്ള പഞ്ചാബിലെ കർതാർപൂരിൽ സിഖ് മതത്തിന്റെ സ്ഥാപകനായ ഗുരു നാനാക്ക് സ്ഥാപിച്ച ഗുരുദ്വാരയാണ് ദർബാർ സാഹിബ്. ഗുരു നാനാക്ക് ദേവ് തന്റെ ജീവിതത്തിന്റെ അവസാന 18 വർഷം അവിടെ ചെലവഴിച്ച് അവിടെ തന്നെ അന്തരിച്ചതിനാൽ സിഖുകാർക്ക് കർതാർപൂർ ഗുരുദ്വാര ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യവുമുള്ളതാണ്. ഇന്ത്യയിലെ സിഖ് മതക്കാരുടെ പുണ്യസ്ഥലമായ ഗുരുദാസ്പൂരിലും ദേരാ ബാബ നാനക് എന്നൊരു ഗുരുദ്വാരയുണ്ട്. ഈ രണ്ട് ഗുരുദ്വാരകളും പരസ്പരം ബന്ധിപ്പിച്ച് ഇന്ത്യയിലെ തീർത്ഥാടകർക്ക് സന്ദർശനം ലഭ്യമാക്കുന്ന ഇടവഴിയാണ് കർതാർപൂർ ഇടനാഴി. 4 കിലോമീറ്റർ നീളമുള്ളതാണ് കർതാർപൂരിൽ നിന്ന് പഞ്ചാബിലെ ഗുരുദാസ്പൂരിലേക്ക് നീണ്ടുകിടക്കുന്ന ഈ തീർത്ഥാടന പാത. സിഖ് മത വിശ്വാസികൾ ദൂരദർശിനി വെച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള പാകിസ്ഥാന്റെ മണ്ണിലുള്ള ഗുരുനാനാക്കിന്റെ സമാധിസ്ഥലം കണ്ടിരുന്ന ഒരു കാലവും ഇന്ത്യയിലുണ്ടായിരുന്നു. എന്നാൽ ഇതിന് അന്ത്യം കുറിച്ച് 2019 നവംബർ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കർതാർപൂർ ഇടനാഴി ഉദ്ഘാടനം ചെയ്തത്. വിസരഹിത റൂട്ടാണിത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഇടനാഴി അടച്ചിരുന്നു. എന്നാൽ 18 മാസങ്ങൾക്ക് ശേഷം 2021 നവംബറിൽ വീണ്ടും തുറന്നുകൊടുക്കുകയായിരുന്നു. ദേരാ ബാബ നാനക്കിനടുത്തുള്ള ടെർമിനൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതാണ്. കൂടാതെ 50ലധികം ഇമിഗ്രേഷൻ കൗണ്ടറുകളും ഇവിടെയുണ്ട്. പ്രതിദിനം 5000 തീർത്ഥാടകർക്ക് വരെ ഇടനാഴി ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ലഭിക്കുന്നതിന് തീർത്ഥാടകർ പാസ്പോർട്ട് വിശദാംശങ്ങൾ സഹിതം കുറഞ്ഞത് 1 ആഴ്ച മുമ്പെങ്കിലും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. കണക്കുകൾ പ്രകാരം 2021 10,025 ഭക്തരും 2023 1 ലക്ഷത്തിനടുപ്പിച്ച് ഭക്തരും ഗുരുദ്വാര സന്ദർശിച്ചു. 2023 ഒക്ടോബറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടനാഴി കരാർ 5 വർഷത്തേക്ക് കൂടി നീട്ടിയിരുന്നു. നയതന്ത്ര ബന്ധം വഷളായാലും കർതാർപൂർ ഇടനാഴി തുറന്നിടുമെന്ന് വാഗ്ദാനവും അന്ന് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എന്താകും എന്ന ആശങ്ക വിശ്വാസികൾക്കിടയിലുണ്ട്. അതേസമയം അമൃത്സറിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള അറ്റാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് ഇന്ത്യ കൈമാറിയിരിക്കുകയാണ്. സാങ്കേതിക തെളിവുകളും ഇന്റലിജൻസ് ശേഖരിച്ച നിർണായക തെളിവുകളും ദൃക്സാക്ഷി വിവരണങ്ങളും രഹസ്യാന്വേഷണ സ്രോതസ്സുകളിൽ നിന്നുള്ള വിശ്വസനീയമായ വിവരങ്ങളും പഹൽഗാം ആക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നതാണെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 30ലധികം വിദേശ അംബാസഡർമാരുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.